സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. MG പ്രദേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രദേശ് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് പ്രത്യേകമായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വരുന്നത്. എങ്ങനെയായിരിക്കും ജില്ലകളിലെ സാഹചര്യം? എത്രത്തോളം ജാഗ്രതാ ജില്ലകൾ പുലർത്തേണ്ടതുണ്ട്? മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ പ്രതീഷ്. റിജിത്ത്, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അടുത്ത 2 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുക. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ഈ തെക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ കൂടി വടക്കൻ കേരളത്തിൽ മഴയുണ്ടാകും. അതിനുശേഷം മഴയുടെ ശക്തി കുറയുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വടക്കൻ കേരളത്തിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. കാരണം ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിന് ഉൾപ്പെടെ സാധ്യതയുണ്ട്. മലയോര മേഖലകളിലുള്ളവരും തീരമേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ ഉൾപ്പെടെ ഈ മഴക്കെടുതികൾ വടക്കൻ മേഖലകളിൽ രൂക്ഷമായിരുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി, അപകടങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. നിലവിൽ കേരള തീരത്ത് ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ശരി, MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, നഴ്സറികൾ, CBSE, ICSE സ്കൂളുകൾ, കിൻഡർ ഗാർഡനുകൾ, മദ്രസകൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും. കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, റെസിഡൻഷ്യൽ സ്കൂളുകൾ, നവോദയ വിദ്യാലയം എന്നിവയ്ക്ക് അവധിയില്ല. പൊതുപരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. എന്നാൽ സ്കൂൾ പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കും.